ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മത്തി വറ്റിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ ഓണാക്കാതെ തന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കുക. അതിന് ശേഷം തീ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് 3ഉം കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കുക. പുളിവെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മത്തി ഓരോന്നായി ഇട്ട് കൊടുത്ത് അതിലേക്ക് മേലെ 1-2 കറിവേപ്പിലയും കൂടി ചേർത്ത് അതിനുശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചതിന് ശേഷം അത് പിന്നെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തവണ നമുക്ക് വേവിനനുസരിച്ച് 3-4 തവണ മറിച്ചിട്ട് കൊടുക്കാം. 3-4 തവണ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ഇതുപോലെ നല്ല സ്വാദുള്ള